ഇവിടെ ഈ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, ദേശീയ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെന്ന് നമ്മൾ ഇന്നത്തെ ഒരു ടെർമിനോളജി അത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം ഒരു സംസ്ഥാനത്ത് മാത്രമായി പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്കും രണ്ട് സഭകളിലുമുള്ള അവരുടെ അംഗബലം എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പല ദേശീയ രാഷ്ട്രീയ പാർട്ടികളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അംഗീകരിച്ചിട്ടുള്ള പാർട്ടികളെക്കാൾ കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് അത് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹാരിതയാണത്. ഇവിടെ ഈ പാർട്ടികളുടെ ബന്ധപ്പെട്ട പ്രതിനിധികളെ പാർട്ടികൾക്ക് കത്തയക്കും. അപ്പോൾ അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഈ സമിതി മുമ്പാകെ വന്ന് പറയാം. അത് ബന്ധപ്പെട്ട ഈ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടി അത് രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തുന്ന കരട്, ആ ഡ്രാഫ്റ്റ്, അത് പിന്നീട് ഈ പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്കായി അവരുടെ ഈ പഠനത്തിനായും ഇതിലെന്തെങ്കിലും ഭേദഗതികൾ അവർക്ക് നിർദ്ദേശിക്കാൻ, ഇതിൽ വന്നിട്ടുള്ളതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനോ ഉണ്ട് എങ്കിൽ അവരതറിയിക്കും. അതിനുശേഷം ഇത് മടക്കി നൽകേണ്ടതായിട്ടുണ്ട്. പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ നടക്കുന്നതായിട്ടുള്ള ചർച്ചകളും തെളിവെടുപ്പ് വേളയിൽ അവിടെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളും ആ കരട് രേഖകളും അത് കോൺഫിഡൻഷ്യലായിരിക്കും. അത് ഒരു കാരണവശാലും അപ്പോഴൊന്നും തന്നെ ഇത് പുറത്തു പറയാൻ പാടുള്ളതല്ല. മാധ്യമങ്ങളുടെ മുമ്പാകെയും അത്തരം ഒരു കാര്യം ചർച്ചയ്ക്ക് കൊണ്ടുവരാനായി കഴിയില്ല. നമ്മുടെ ഒരു പാർലമെൻ്ററി ചട്ടങ്ങളനുസരിച്ച് അത് പാടില്ലാത്തതാണ്. എന്നാൽ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടേതായ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ഒരു പൊതുരേഖയാകുന്നത് കൊണ്ട്, പബ്ലിക് ഡോക്യുമെൻ്റ് ആകുന്നത് കൊണ്ട് തന്നെ ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ എല്ലാവർക്കും നടത്താവുന്നതാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള രേഖയിൽ ഈ പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള മുദ്രാവാക്യത്തെ വെച്ചുകൊണ്ട് അതിന് ആധികാരികമായി പിന്തുണ നൽകിക്കൊണ്ടല്ല ആ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഫീസിബിലിറ്റിയെ സംബന്ധിച്ച് അത് നടത്താൻ കഴിയുന്നു എങ്കിൽ എങ്ങനെയായിരിക്കും, ഇതിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും വിവിധ സംഘടനകളുടെയും അഭിപ്രായങ്ങൾ എന്താണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ UK-യിലെ, ബ്രിട്ടനിലുള്ള ഇന്ന് നിലവിലുള്ള അവിടുത്തെ ചില നിയമങ്ങളും അതുപോലെ തന്നെ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയിൽ നിലവിലുള്ള ചില നിയമങ്ങളുമെല്ലാം ഇതിൽ പഠന വിഷയമാക്കിയിട്ടുണ്ട്. ആ രാഷ്ട്രങ്ങളിലേക്ക് പോയിട്ടൊന്നുമല്ല, അവിടെ നിന്ന് കിട്ടിയ ലഭ്യമായ വിവരങ്ങളും അതിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഇക്കാര്യങ്ങൾ വച്ചിട്ടുള്ളത്. അതിൽ ഞാനത് ചുരുക്കുന്നതിന് മുമ്പ് പറയാം. അതിൽ ചില രാഷ്ട്രങ്ങളിലാണ് എങ്കിൽ നിലവിലുള്ള ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെതിരായി, മന്ത്രിസഭയ്ക്കെതിരായി അവിശ്വാസപ്രമേയം വന്നാൽ അവിശ്വാസപ്രമേയവും വിശ്വാസപ്രമേയവും ഇത് രണ്ടും ഒരുമിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥിതി പോലും ചില രാഷ്ട്രങ്ങളിലുണ്ട്. നമ്മുടെ രാജ്യത്താണ് എങ്കിൽ വിശ്വാസപ്രമേയവും അവിശ്വാസപ്രമേയവും ചർച്ചക്കെടുക്കുന്നുവെങ്കിൽ ആദ്യം ആ ഗവൺമെൻറ്റിന് വിശ്വാസപ്രമേയത്തിൻ്റെ കോൺഫിഡൻസ് മോഷൻ ചർച്ചക്കെടുക്കും. അത് പിന്നീട് നോ കോൺഫിഡൻസ് മോഷൻ പിന്നീടായിരിക്കും അത്തരത്തിൽ അതിൻ്റെ ചർച്ചക്കെടുക്കുക എന്നുള്ള നിലയിലേക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചർച്ചക്കെടുക്കുകയും ഒരുമിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ചില സമ്പ്രദായങ്ങൾ പോലും ചില രാഷ്ട്രങ്ങളിലുണ്ട്. ഇതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. CPIM ഈ വിഷയത്തെ സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ ഇക്കാര്യത്തിൽ ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നത് അതിൻ്റെ അസാംഗത്യവും ഭരണഘടനാ വിരുദ്ധതയും അതിൻ്റെ ജനാധിപത്യ നിഷേധവും അന്നേ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പഠനം നടത്തിയപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഏതാണ്ട് 1967 വരെ, അതിന് ചില സംസ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും പൊതുവിൽ 1967 വരെ ഏതാണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പും പല സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനിടയിലും അതിനുശേഷവും ഈ അനുച്ഛേദം 356 ഉപയോഗിച്ച് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ ആദ്യം 1959 അത്തരത്തിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റിനെ, VMSൻ്റെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് കേരളത്തിൽ അരങ്ങേറിയതായിട്ടുള്ള രാഷ്ട്രീയ അട്ടിമറിയുണ്ട്. അത് പിന്നീട് പല സംസ്ഥാനങ്ങളിലും നടക്കുകയുണ്ടായി, ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ. അങ്ങനെ ഇന്ത്യയിൽ പലപ്പോഴും ഭൂരിപക്ഷമുള്ള സംസ്ഥാന സർക്കാരുകളെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭൂരിപക്ഷമുള്ള ആ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടുകൊണ്ട് ഗവർണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഗവർണറുടെ റിപ്പോർട്ടില്ലാതെയും, പിന്നീട് SR ബൊമ്മ കേസ് വന്നപ്പോഴാണ് അതിൽ മാറ്റമുണ്ടായത്, അതും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വേറൊരു ഘട്ടത്തിൽ ഇങ്ങനെ വരുന്നതായിട്ടുള്ളൊരു സ്ഥിതിയെ സംബന്ധിച്ച് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പഠിക്കുകയുണ്ടായി.